ഹായ്. നമ്മളെല്ലാവരും നൈറ്റ് ക്യാമ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നൈറ്റ് ക്യാമ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റൗ കയ്യിലുള്ള നല്ലതല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റൗ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ കടയിൽ പോയി വില കൂടി സ്റ്റൗവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ അതിൽ കത്തിക്കുന്നത്. ഓക്കെ. പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പൈസ ചെലവൊന്നും ഇല്ലാത്ത ചെറിയൊരു സ്റ്റൗ നിർമ്മാണമാണ്. അപ്പോൾ ഇത് ഗ്യാസിൽ കത്തിക്കുന്ന സ്റ്റൗവോ കാര്യങ്ങളൊന്നും അല്ല. സംഭവം ഇത് വന്നിട്ട് നമ്മുടെ ഈ നൈറ്റ് ക്യാമ്പിനൊക്കെ പോകുമ്പോൾ ചെറിയ ചുള്ളി കമ്പുകളും കാര്യങ്ങളൊക്കെ ഇട്ടില്ലേ, അപ്പൊ ആ കമ്പുകളും കാര്യങ്ങളും വെച്ച് കത്തിക്കാൻ പറ്റുന്ന, നമ്മളെ കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ചെറിയ സ്റ്റൗ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോ നമ്മുടെ സ്റ്റൗ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു പെയിന്റിന്റെ ചെറിയൊരു ടിന്നാണ്. ഓക്കെ. അപ്പൊ ഇതിലാണ് നമ്മൾ ചെറിയ സ്റ്റൗ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതില് കുറച്ച് മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം, എന്നിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ ടിന്നിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്, ഒരു ചെറിയ വലിയ ബോക്സ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ചെറുതായിട്ടൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ചെറുതായിട്ടൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ചെറുതായിട്ടൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. 3 ചെറിയ മാർക്കിങ്ങും അതുപോലെ ഒരു വലിയ മാർക്കിങ്ങും. അപ്പോൾ നമ്മുടെ ഈ വലിയ മാർക്കിംഗ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിറകും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഈ വലിയ മാർക്കിംഗ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ചെറിയ മാർക്കിംഗ് വന്നിട്ട് നമ്മുടെ ഈ എയറൊക്കെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ മാർക്കിംഗ് 3 ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. നമ്മുടെ സ്റ്റൗവിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ബോക്സ്, നമ്മുടെ തടിയിടാണ്ട് ഒരു പോർഷൻ വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എയർ പോകാൻ വേണ്ടിയിട്ട് ചെറിയ 3 ഹോളും കൂടെ അടിച്ചിട്ടുണ്ട്. ഓക്കെ. കുറച്ച് ഭംഗിക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ കട്ടിങ്ങിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഹോളും 3 ചെറിയ ഹോളും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റൗവിൻ്റെ അവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് കത്തുമോ ഇല്ലെന്നൊന്നും അറിയില്ല, നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കത്താൻ വേണ്ടി കുറച്ച് ഡീസൽ നമ്മൾ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. മരപ്പൂരി ഇട്ട് കൊടുക്കാം, കത്തോ ഇല്ലേ നോക്കാം. എത്രത്തോളം കത്തുമെന്നൊരു പിടുത്തമില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി എത്രത്തോളം ഇനി ഇതിന് ഫ്ലെയിം വരുന്നൊന്നും അറിയില്ല. അപ്പോൾ ഒന്ന് കത്തി വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഉണക്ക ചുള്ളി നോക്കി തന്നെ എടുക്കുക. നനഞ്ഞതാണെങ്കിൽ കത്താൻ പാടായിരിക്കും. ഉണക്ക ചുള്ളി നോക്കി തന്നെ എടുക്കുക. അപ്പോൾ നമ്മുടെ ചുള്ളിയും കൂടി ഇതിനകത്തൊന്ന് വെച്ചുകൊടുത്ത് നോക്കാം. നമ്മൾ സ്വന്തമായിട്ടൊരു അടുപ്പുണ്ടാക്കി അതിൽ കത്തിച്ച് കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. നമ്മൾ വാങ്ങുന്നതിൽ ആ ഒരു ഫീല് കിട്ടത്തില്ല. സംഭവം അകത്ത് ഡീസൽ നന്നായിട്ട് കത്തുന്നു. ഡീസലിൻ്റെ ഫ്ലെയിമാണ് ഇത്ര ആളി കത്തുന്നത്, അല്ലേ കത്തത്തില്ല. നമ്മുടെ പഴയ ഒരു അടുപ്പിൻ്റെ ഒരു ലുക്കുണ്ട് ഇത് കാണുമ്പോൾ. നമ്മുടെ അടുപ്പ് അത്യാവശ്യം വിചാരിച്ചേക്കാട്ടിലും നല്ല രീതിയിൽ കത്തുന്നുണ്ട്. കണ്ടില്ല, നല്ല തീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. ഇത് വച്ചിട്ട് നമുക്കൊരു മുട്ട പൊരിച്ച് നോക്കാം. ഓക്കെ. എന്തായി തീരുമെന്ന് ഒരു പിടുത്തമില്ല. തീ അകത്തുനിന്ന് അടിക്കുന്നുണ്ട്. വലിയ ഫ്ലെയിം അല്ലെങ്കിൽ പോലും ചെറിയൊരു ഫ്ലെയിം തീ അടിക്കുന്നുണ്ട്. നമ്മുടെ ചട്ടി ചൂടാവുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ചട്ടിയിൽ അത്യാവശ്യം ചെറിയൊരു ചൂടടിക്കുന്നുണ്ട്. ഹാൻഡ് മെയ്ഡ് സ്റ്റൗവിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കുന്നുണ്ടോയെന്നറിയാമല്ലോ. അത്രയും നന്നായിട്ട് ചൂടായിട്ടില്ല, ചൂടായി വരുന്നതേ ഉള്ളൂ. നമ്മുടെ അടുപ്പ് അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു മുട്ട ഒന്ന് പൊരിച്ച് നോക്കാം.
സംഭവം എനിക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ഏക സംഭവം മുട്ട ആയതുകൊണ്ടാണ് ഞാൻ മുട്ട ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എന്തുണ്ടാക്കിയാലും കുളമായി പോകും. സംഭവം അടിപൊളിയാണ്. മുട്ടയുടെ ആകൃതി അത്യാവശ്യം കേരളത്തിൻ്റെ മാപ്പ് പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ സൈഡാണ് നമ്മുടെ ട്രിവാൻഡ്രം വരുന്നത്, അവിടെയാണ് കാസർഗോഡ് വരുന്നത്. സംഭവം അടിപൊളിയായിട്ട് നമ്മുടെ മുട്ട കിടന്ന് വേവുന്നുണ്ട്. നമ്മുടെ അടുപ്പിലും നല്ല രീതിയിൽ തീയും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും സംഭവം അടിപൊളിയാണ്. വിചാരിച്ചതിലും പക്കയാണ്. മുട്ട ഒന്ന് എടുക്കാം. കണ്ടില്ലേ, സംഭവം അടിപൊളിയായിട്ട് വെന്തിട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെ നമ്മുടെ സ്റ്റൗവിന്റെ നിർമ്മാണം അടിപൊളിയായിട്ട് പൂർത്തിയായിട്ടുണ്ട്. സംഭവം സക്സസ് ആണ്. കാരണം വലിയ ആഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്കിൽ പോലും ചെറിയ മുട്ടയും കാര്യങ്ങളും അതുപോലെ നൂഡിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൗ തന്നെയാണ്. ഉറപ്പായിട്ടും സക്സസ് ആണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയ മുട്ടയെന്ന് കഴിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ സ്റ്റൗവിൽ ഉണ്ടാക്കിയ മുട്ട. സംഭവം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റാണ്. ഇതുവരെ ഇത്ര ടേസ്റ്റുള്ളൊരു മുട്ട ഞാൻ കഴിച്ചിട്ടില്ല. ചിലപ്പോൾ എൻ്റെ കൈ കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ഫുഡ് ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റൗ സക്സസ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ ഐഡിയാസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.